Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ കമാൻഡർ ആണെങ്കിൽ ഇപ്പോ നമ്മുടെ ഹീറോയ്ക്ക് നേരെ വലിയ പീരങ്കികൾ പോയിന്റ് ചെയ്യും. കട്ട് ചെയ്ത ഇവിടെ ഒരു സോൾജിയർ അവനാണെങ്കിൽ കെഞ്ചി ഒരുപാട് വിഷമത്തിൽ കരഞ്ഞുകൊണ്ട് മാർക്കോയോട് പറയും, മാർക്കോ ഇനിയും എന്നെ കൊണ്ട് ഇതുപോലെ ഫൈറ്റ് ചെയ്ത് നിൽക്കാനാവില്ല. ജസ്റ്റ് മിസ്സിനാണ് ആ ടൈറ്റൻസിന്റെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. വീണ്ടും അവറ്റകളോട് പോരാടുന്നത് അത് ശരിക്കും തുല്യമാണ്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചു കഴിഞ്ഞു. ഒരു എക്സ്പെരിമെന്റ് ആവാൻ എന്നെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എനിക്ക് അവറ്റകളുടെ കൈകൊണ്ട് ചാവുന്നതിനെ കഴിഞ്ഞ് ഭേദം സ്വന്തം മരിക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് അവൻ സൂയിസൈഡ് ചെയ്യാൻ തയ്യാറാവും. അത് കണ്ട് മാർക്കോ ആണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് ദേഷ്യപ്പെട്ടു പറയും, നീ അത് കണ്ടോ, അത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾ ഇപ്പോഴും കൂളായിട്ടിരിക്കുകയാണ്. നമ്മുടെ സാക്ഷ അവളാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ അല്പനേരം ഇരിക്കും. അതിനുശേഷം വയറിൽ കൈയമർത്തി ഓ നോ വല്ലാതെ വിശക്കുന്നുവെന്ന് അങ്ങനെ വിളിച്ചു പറയും. മറ്റൊരു ഭാഗത്ത് ജയ് ആണെങ്കിൽ ഇപ്പൊ ബാക്കിയുള്ളവരോട് പറയും, ആ കാര്യം രഹസ്യമാക്കി വെച്ചത് ഏതായാലും നന്നായി. ഇങ്ങനെ ഒരു സമയത്ത് എറിനെ കുറിച്ചുള്ള കാര്യം മറ്റുള്ളവർ അറിഞ്ഞാൽ അത് വലിയ കുഴപ്പമാണ്. അടുത്ത നിമിഷം പീരങ്കിയുടെ ശബ്ദം അവർ കേൾക്കുകയാണ്. അവരാണെങ്കിൽ ആ ശബ്ദം കേട്ട് നടുങ്ങും. ഓനോ എന്താ ഇവിടെ സംഭവിക്കണേ? വീണ്ടും ടൈറ്റൻസ് അവിടേക്ക് വന്നു എന്നറിയാൻ ഇപ്പോ റെയ്നറും ജിന്നും ബാക്കിയുള്ളവരും എല്ലാവരും മടിച്ചു നിൽക്കാതെ അവിടേക്ക് ഓടുകയാണ്. ഇത് ഇവിടെ കാണിക്കും മഞ്ഞമുടിയൻ ആർവിനെയും ചുന്ദരിപ്പെണ്ണിനെയും. അവർ രണ്ടുപേരെ സേവ് ചെയ്യാനായിട്ട് നമ്മുടെ ഹീറോ ആർവിൻ അവനാണ് ഇപ്പോ ഒരു ടൈറ്റനായി മാറിയത്. ആ ബോഡിക്കുള്ളിൽ നിന്ന് നമ്മുടെ ഹീറോ ആണെങ്കിൽ പതിയെ പുറത്തേക്ക് വരും. അവനാണെങ്കിൽ ഇപ്പൊ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവില്ല. മഞ്ഞമുടിയനാണെങ്കിൽ അവിടെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവില്ല. ഓനോ പീരങ്കി പൊട്ടുന്ന ശബ്ദം മാത്രമാണ് ഞാൻ കേട്ടത്. ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? അതിന് ചുന്ദരി പെണ്ണ് പറയും, നമ്മുടെ ഫ്രണ്ട് അവൻ ഒരു ടൈറ്റനായി മാറി കണ്ടാണ് സോൾജിയേഴ്സ് അവർ ഫയർ ചെയ്തത്. ഇപ്പോ നമ്മൾ ഈ പുകയിൽ പെട്ട് കിടക്കുകയാണ്. ഉടനെ ഹീറോ ആണെങ്കിൽ അവിടേക്ക് വരും. അവനാണെങ്കിൽ അവരോട് പറയും, നമുക്ക് ചുറ്റും പുകയുള്ളതുകൊണ്ട് തന്നെ അവരിപ്പോൾ നമ്മൾ അറ്റാക്ക് ചെയ്യില്ല. പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമ്മൾ അറ്റാക്ക് ചെയ്യും. പിന്നെ എന്തൊക്കെ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാനും നമ്മളെ കൊണ്ടാവില്ല. ഇപ്പോ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഈ ഒരു ടൈറ്റനെ കണ്ടപ്പോഴാണ് എൻ്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വന്നത്. ഈ ടൈറ്റനെ കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും അച്ഛൻ പറയാറുള്ള ആ ഒരു ബേസ്മെന്റിലുണ്ട്. എങ്കിലും എന്തുകൊണ്ടായിരിക്കും ഇത്രയും കാലം അച്ഛൻ അത് മറച്ചു വെച്ചത്? ഈ ടൈറ്റനെ കുറിച്ചുള്ള രഹസ്യം അറിയാനും അതിനെ തകർക്കാനുമാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇതുവരെ രഹസ്യം പുറത്താക്കപ്പെട്ടിട്ടില്ല. വർഷങ്ങളായിട്ട് അച്ഛൻ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അത് കേട്ട് ചുന്ദരിപ്പെണ്ണ് പറയും, ഇപ്പൊ നമ്മുടെ വിഷയം അതൊന്നും അല്ല. എങ്ങനെയെങ്കിലും ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. പുകയാണെങ്കിൽ പതിയെ പതിയെ കുറഞ്ഞു വരുമ്പോ വീണ്ടും വലിയൊരു പീരങ്കി വന്ന് ഹീറോ ക്രിയേറ്റ് ചെയ്ത ആ ടൈറ്റന്റെ തല അതങ്ങനെ തകർത്ത് താഴെയിടുകയാണ്. ഹീറോ ആണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനോട് പറയും, എത്രയും വേഗം എന്റെ പപ്പ പറഞ്ഞ ഞങ്ങളുടെ ബേസ്മെന്റിലേക്ക് പോകണം. അവിടേക്ക് എത്തിക്കഴിഞ്ഞ പരതിനുള്ള ഉത്തരം കിട്ടുന്നു പറയും. അടുത്ത നിമിഷം അവന്റെ മൂക്കിലൂടെ ചോര പുറത്തേക്ക് ഒലിക്കും. നമ്മുടെ അർമിനാണെങ്കിൽ അത് കാണുമ്പോൾ ടെൻഷനാവും. ഓനോ നിനക്ക് എന്തു പറ്റി? നീ ശ്വാസം വലിച്ചു വിടുന്നുണ്ടല്ലോ, നിന്റെ മൂക്കിലൂടെ രക്തം വരുന്നു, നിന്റെ മുഖം വല്ലാതെ വിളറിയിട്ടുണ്ട്, അത് നിന്റെ ശരീരം മുഴുവൻ ബാധിച്ചിരിക്കുകയാണ്. അത് കേട്ട് ഹീറോ ആണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, എന്റെ മുൻപിൽ രണ്ട് പ്ലാനാണുള്ളത്. ഒന്ന്, ഇനിയും എന്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ച ബാക്കിയുള്ള സോൾജിയേഴ്സും കോപ്സും നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇപ്പൊ തന്നെ നിങ്ങൾ ഇവിടെ വെച്ച് എന്റെ അടുക്കൽ നിന്ന് കടന്നു പോകണം. അത് കേട്ട് ചുന്ദരി പെണ്ണ് ആണെങ്കിൽ ഷോക്കാവും. അയ്യോ ഇല്ല ഇല്ല, ഒരു കാരണവശാലും ഞാൻ നിന്നെ വിട്ടു പോവില്ല. ഹീറോയ്ക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. ഓ നോ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും ഞാൻ വൈഫോ ബ്രദറോ സിസ്റ്ററോ അങ്ങനെ ഒന്നും അല്ല എന്ന്. നീ ആവശ്യമില്ലാത്ത ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇപ്പൊ എന്നോട് കാണിക്കാൻ പാടില്ല. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത മറ്റൊരു കാര്യം ഇപ്പൊ വെളിപ്പെടുത്തുകയാണ്. വാൾ സീനയ്ക്കുള്ളിൽ മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു തരം ഈസ്റ്റ്, ഗോതമ്പ്, അരി തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തരം വസ്തു. വാൾമറിയ അത് തിരിച്ചു പിടിക്കുന്നതുവരെ പിടിച്ചു നിൽക്കാനായിട്ട് ഭക്ഷണങ്ങൾ അത് കേടുവരാതെ മുൻപോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു ഈസ്റ്റ് അത് എല്ലായിടത്തും വളർത്തുന്നുണ്ട്. ഇത് ഇവിടെ വീണ്ടും നമ്മുടെ ആൾക്കാരെ കാണിക്കും. അവരാണെങ്കിൽ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തർക്കിച്ച് നിൽക്കുകയാണ്. മാത്രമല്ല ഇവിടെ ബാക്കിയുള്ള മിലിറ്ററി കോപ്സ് ആണെങ്കിൽ അടുത്ത ബുള്ളറ്റ് അത് നമ്മുടെ ആൾക്കാർക്ക് നേരെ പൊടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ അർമിനാണെങ്കിൽ പഴയ ഓർമ്മകൾ അവന്റെ മനസ്സിലേക്ക് വരും. ചുന്ദരി പെണ്ണും നമ്മുടെ ഹീറോയും അവർ രണ്ടുപേരും മാറി മാറി അവന്റെ ജീവൻ രക്ഷിക്കുന്ന ചിത്രം അവന്റെ മനസ്സിലേക്ക് വരികയാണ്. ഒരുപാട് തവണ അവരെന്നെ സഹായിച്ചു. ഒരുപാട് അപകടഘട്ടങ്ങളിൽ നിന്ന് അവരെന്റെ ജീവൻ രക്ഷിച്ചു. ആക്ച്വലി പലതവണ അവരെന്റെ ജീവൻ രക്ഷിച്ചു. എനിക്ക് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതിനുശേഷം ഞങ്ങൾ 3 പേരും 3 വഴിക്ക് പോവേണ്ടി വരും. ആ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് പ്രയാസം തോന്നുന്നു പറഞ്ഞ് അവനാണെങ്കിൽ വീണ്ടും അവരെ നോക്കും. ഇവിടെ ചുന്ദരിപ്പെണ്ണും ഹീറോയും അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. ഹീറോ ആണെങ്കിൽ ഇപ്പൊ മഞ്ഞമുടിയൻ ആർമിനെ നോക്കും. രണ്ടാമത്തെ ഡിസിഷൻ അതെനിക്ക് പറയാനുള്ളത് നിന്നോടാണ്. ഞാൻ ഹ്യൂമൻസിന് ഒരു വെല്ലുവിളി അല്ല എന്നും ഇവരെ സംരക്ഷിക്കാനും ഇവരുടെ കൂടെ നിൽക്കാനുമാണ് ഞാൻ ശ്രമിക്കുന്നതെന്നും നിനക്ക് ഈ കോപ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ എന്റെ ഒന്നാമത്തെ ആ ഒരു പ്ലാൻ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. 15 സെക്കൻഡ് നിനക്ക് ആലോചിക്കാൻ ഞാൻ സമയം തരാം. കുഞ്ഞുമുടി പയ്യനാണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. ഓ നോ എറിൻ, നീ എന്തിനാ ഇത്രയും സുപ്രധാനമായിട്ടുള്ള തീരുമാനം എന്നിൽ ഏൽപ്പിച്ചത്? അതിന് ഹീറോ പറയും, നിന്നെ കൊണ്ട്
ഒരു ബെറ്റർ സൊല്യൂഷൻ തരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനു മുൻപും അത്തരത്തിൽ ബെറ്റർ സൊല്യൂഷൻസ് നീ തന്നിട്ടുണ്ട്. മഞ്ഞുമുടി നർമ്മിനാണെങ്കിൽ അവരെന്താ പറയണമെന്ന് മനസ്സിലാവില്ല. സത്യം പറയും, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എപ്പോഴാ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചേ? അതിന് ഹീറോ പറയും, 5 വർഷങ്ങൾക്ക് മുൻപ് ഈ ഹോർമസിനെ ആളെ കറക്റ്റായിട്ട് വിളിച്ചതുകൊണ്ടാണ് നമ്മളുടെ 3 പേരുടെയും ജീവൻ അത് രക്ഷപ്പെട്ടത്. സോ നിനക്ക് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള ശേഷി അതുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ് അത് കേട്ട് ഞെട്ടും. കാരണം അവൻ ഇത്രയും കാലവും സ്വന്തമായി ബ്ലെയിം ചെയ്യുകയായിരുന്നു. അവനെ കൊണ്ട് യാതൊരു യൂസും ഇല്ല, ആർക്കും അവനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അവനൊരു ഫെയിലിയർ ആണ്. ഇങ്ങനെയുള്ള അപകർഷതാബോധം അവൻ തന്നെ അവന്റെ ഉള്ളിൽ വളർത്തിയെടുത്തു. പക്ഷെ ഇപ്പോഴാണ് അവൻ യഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. അവന് ചുറ്റുമുള്ളവര് അവനെ കാണുന്നത് അങ്ങനെയല്ല എന്ന്. ഇപ്പൊ ഇവർ രണ്ടുപേരും അവരുടെ ജീവൻ അവന്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. അവിടെ കോപ്സ് ആണെങ്കിൽ അടുത്ത ഓഫ് അറ്റാക്കിന് തയ്യാറായി കഴിഞ്ഞു. എത്രയും വേഗം ഇവരെന്നിൽ വെച്ച വിശ്വാസം അതെനിക്ക് നിറവേറ്റണമെന്ന് പറഞ്ഞ് അർവിനാണെങ്കിൽ കാര്യമായിട്ട് ചിന്തിക്കും. അർവിനാണെങ്കിൽ എഴുന്നേറ്റ് ഇപ്പൊ സോൾജിയേഴ്സിന്റെ മുൻപിലേക്ക് പോവാണ്. എന്നെ കൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയാൻ കഴിയും, പറഞ്ഞുകൊണ്ട് ചിന്തിക്കാനും എന്നെ കൊണ്ട് കഴിയും. ആ കോപ്സ് ആണെങ്കിൽ ഇവനോട് ദേഷ്യപ്പെട്ടു പറയും, നിനക്ക് ജീവൻ വേണമെങ്കിൽ നീ മാറി നിൽക്ക്, അതാണ് നിനക്ക് നല്ലത്. അതിന് അർമിൻ ദേഷ്യപ്പെട്ടു പറയും, നിങ്ങൾക്ക് ആവശ്യം തെളിവുകളല്ലേ എന്റെ സുഹൃത്ത്, എന്റെ ഫ്രണ്ട്, അവൻ നിങ്ങൾക്കൊരു വെല്ലുവിളിയല്ല എന്നല്ലേ നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടത്. അത് ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിയും. അതിന് ആ സോൾജിയർ നിലവിളിച്ചു പറയും, ഓൾറെഡി ഞങ്ങൾ കണ്ടതാണ് അവന്റെ യഥാർത്ഥ രൂപം. ഇനി ആരുടെ ഉപദേശം അത് ആവശ്യമില്ല. എത്രയും വേഗം അവനെ തകർക്കുക, അത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അർമിനാണെങ്കിൽ വീണ്ടും ഒരുപാട് ദേഷ്യത്തിൽ അവരോട് പറയും, അതെ, നിങ്ങൾ കണ്ടത് സത്യം തന്നെയാണ്. അവനെ കൊണ്ട് ഒരു ടൈറ്റനായി മാറാൻ കഴിയും. പക്ഷെ അതേസമയം നിങ്ങൾ മറ്റൊരു കാര്യവും കണ്ടതല്ലേ? ഒരുപാട് ടൈറ്റൻസ് അവനെ റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്തു. അവൻ ആ ടൈറ്റൻസിനെ അവറ്റകളെ തിരികെ അറ്റാക്ക് ചെയ്ത് അവറ്റകളെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. നമ്മളെ രക്ഷിക്കാനും പ്രൊട്ടക്ട് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുമാണ് ആക്ച്വലി അർവിൻ ടൈറ്റനായി മാറിയതും അവനത് ചെയ്തത്. സത്യത്തിൽ അവന് പോലും അവനൊരു ടൈറ്റനായി മാറുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആ ടൈറ്റൻസ് അവനെ ഒരു ശത്രുവായി കണ്ടതുകൊണ്ട് മാത്രമാണ് അവനെ അറ്റാക്ക് ചെയ്തത്. ഇതിനൊക്കെ കൂടുതൽ തെളിവുകൾ തരാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അത് കേട്ട് ഇപ്പൊ ചിലർക്ക് കൺവിൻസിങ് ആവാൻ തുടങ്ങും. പക്ഷേ കമാൻഡർ ആണെങ്കിൽ തീർത്തു പറയും, അവറ്റകൾ നമ്മളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ ബുദ്ധിയെയും ശക്തിയെയും അവര് പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. ഒരു കാരണവശാലും അവന്റെ വാചകത്തിൽ വീണുപോകാൻ പാടില്ല. ഇവരെ 3 പേരെയും തകർത്തില്ലാതാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയും. അത് കേട്ട് നമ്മുടെ ഹീറോയും സുന്ദരിപ്പെണ്ണും മഞ്ഞമുടിയനും ഞെട്ടും. അർമിനാണെങ്കിൽ ഉച്ചത്തിൽ അലറും, ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ വാശിയുടെ പുറത്താണ് പല കാര്യങ്ങളും പറയുന്നത്. നമ്മളെ കൊണ്ട് ആ ടൈറ്റൻസിനെ തോൽപ്പിക്കാൻ കഴിയും. അതിന് ഏറ്റവും വലിയ ഒരു ലൂപ്പോള് അത് അർവിൻ തന്നെയാണ്. ആ ടൈറ്റൻ പവർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബാക്കിയുള്ള ടൈറ്റൻസിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. നമ്മളുടെ കയ്യിലുള്ള വെപ്പൻസിനും നമ്മളുടെ പവറിനും ആ ടൈറ്റൻസിനെ തോൽപ്പിക്കാനാവില്ല. ഇനിയെങ്കിലും നിങ്ങളുടെ കണ്ണ് തുറന്ന് കാണും. അത് കേട്ട് ബാക്കിയുള്ള സോൾജിയേഴ്സ് ആണെങ്കിൽ കമാൻഡറിനോട് പറയും, അവൻ പറയുന്നതിലും ചെറിയ ചില കാര്യങ്ങളുണ്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത് കേട്ട് ഫുൾ കലിപ്പിൽ ആ കമാൻഡർ കട്ടിപ്പിച്ചു പറയും, മിണ്ടിപ്പോരുത്, അവർ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. ഒരു കാരണവശാലും തെറ്റ് ചെയ്തവരെ വെറുതെ വിടാനായിട്ട് പാടില്ല. ഇത് സർവേ കോപ്സിന്റെ നിയമമാണെന്ന് പറഞ്ഞ് ആൾ ആയുധം കയ്യിലെടുക്കും. അടുത്ത നിമിഷം ക്യാപ്റ്റൻ പിക്സിസ് ആൾ അവിടേക്ക് വന്ന് ഇപ്പൊ കമാൻഡറിന്റെ കയ്യിലുണ്ടായിരുന്ന ആ വെപ്പൻ പിടിച്ചു മേടിക്കും. എനിക്ക് ഈ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പഠിക്കണം. ആദ്യം സമാധാനത്തോടുകൂടെ ബാക്കിയുള്ള കോപ്സുകളെ നിയന്ത്രിക്കാൻ പറഞ്ഞ് അദ്ദേഹത്തെ ശാന്തനാക്കും. അതിനുശേഷം ഇപ്പൊ കൂടുതലായിട്ട് വിശദമായിട്ട് മനസ്സിലാക്കും. ടൈറ്റൻസ് തെക്കുഭാഗത്ത് നിന്ന് അവിടേക്ക് വരുമെന്നായിരുന്നു വിവരം ലഭിച്ചത്. പാൾമറയുടെ തെക്കുഭാഗത്ത് തകർന്നു വീണ ആ വലിയൊരു ഗേറ്റ്, അതിനടുത്തായിട്ടാണ് സിഗാക്ഷണ നഗരം. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അടുത്തായിട്ട് തകർക്കാൻ പോകുന്നത് വാൾറോസിന്റെ ആ ഒരു ട്രസ്റ്റ് തന്നെയായിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ട്രസ്റ്റ് നഗരം കാണിക്കും. ഇദ്ദേഹമാണ് ഈ ട്രസ്റ്റ് നഗരത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ്. ആ മൊട്ട കമാൻഡർ ആണെങ്കിൽ ഇപ്പൊ ഹായ് ആയിട്ട് ചുറ്റും നോക്കും. ഒരു പെൻ ടൈറ്റൻ ഇവിടേക്ക് വരികയായിരുന്നെങ്കിൽ ഞാൻ ഈസി ആയിട്ട് അതിന്റെ അടുത്തേക്ക് പോയേനെ. അവൾ എന്നെ വിഴുങ്ങുന്നത് ഞാൻ സന്തോഷത്തോടു കൂടെ ആക്സെപ്റ്റ് ചെയ്തേനെന്ന് പറയും. ആക്ച്വലി ഈ മൊട്ട കമാൻഡർ ഒരല്പം ലൂസാണ്. അതിനുശേഷം അദ്ദേഹമാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. പിന്നീട് എർവിനോട് ചോദിക്കും, എല്ലാത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ ആ ഒരു ബേസ്മെന്റിലേക്ക് പോകണമല്ലേ? അതിനവൻ പറയും, അതെ, അവിടേക്ക് പോകണം. ഉടനെ ഹീറോ ആണെങ്കിൽ മൊട്ട ചീഫിനോട് ചോദിക്കും, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കെങ്കിലും? അതിന് അദ്ദേഹം പറയും, പൂർണ്ണമായിട്ടും എനിക്ക് വിശ്വാസമായിട്ടില്ല. പിന്നീട് മഞ്ഞമുടിയൻ അർമിനെ നോക്കി അദ്ദേഹം ചോദിക്കും, സത്യത്തിൽ ഇവൻ ടൈറ്റനായി മാറിക്കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ കഴിയുമെന്ന് നീ സത്യമായിട്ടും പറഞ്ഞതാണോ അതോ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണോ? അതിന് മഞ്ഞമുടിയൻ അർമിൻ പറയും, ഈ രണ്ടിനും വേണ്ടി ഞാനത് പറഞ്ഞതാണ്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, അർമിനെ കൊണ്ട് അത് കഴിയും, എർവിനെ കൊണ്ട് അത് കഴിയും. അവൻ ടൈറ്റായി മാറിക്കഴിഞ്ഞ ആ വലിയ പാറ അത് ചുമന്നുകൊണ്ട് തകർന്നു പോയ ആ ഗേറ്റിന് മുമ്പിൽ വെക്കാനായിട്ട് കഴിയും. അത് കേട്ട കമാൻഡർ ആണെങ്കിൽ ഇപ്പോ ഹീറോയോട് ചോദിക്കും,
അവൻ പറഞ്ഞത് സത്യമാണോ? നിന്നെക്കൊണ്ട് അതിന് കഴിയോ? അതിന് ഹീറോ ആണെങ്കിൽ തല താഴ്ത്തും. എനിക്കത് ഉറപ്പില്ല. കഴിയുമെന്നോ കഴിയില്ല എന്നോ എനിക്ക് പറയാൻ പറ്റില്ല. കമാൻഡർ ആണെങ്കിൽ അവന്റെ കണ്ണിലേക്ക് നോക്കി വീണ്ടും ആ ചോദ്യം അത് ആവർത്തിക്കും. നിനക്കത് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ? അത് കേട്ട് അവനാണെങ്കിൽ തിരിഞ്ഞു നോക്കും. അവനത് ചെയ്തിട്ടില്ല എങ്കിൽ അവന്റെ നഗരം അത് തകർന്നു പോയതുപോലെ തന്നെ ഇവിടവും തകർന്നില്ലാതാവും. പെർവിനാണെങ്കിൽ ആ കാര്യം മനസ്സിൽ ഉറപ്പിച്ച് ഇപ്പൊ കമാൻഡറോട് പറയും, എന്നെ കൊണ്ട് പറ്റും, ഞാനത് ചെയ്യാം. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.